ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് CSST ടെക്നോളജി യൂണിറ്റ് 1 ബാക്കിയുള്ള ഭാഗങ്ങളാണ്. കാർട്ട് വാഷേഴ്സ് എന്ന് പറയുമ്പോൾ ട്രോളീസ് അല്ലെങ്കിൽ നമ്മുടെ കാർട്ട് വാഷേഴ്സ് നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കാർട്ട് വാഷേഴ്സ് ആണെങ്കിലും റിജിഡ് കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ സർജിക്കൽ ബേസിൻസ്, അതർ മെഡിക്കൽ ഡിവൈസസ് ഒക്കെ നമ്മളിതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് ആണ്, വാഷേഴ്സിൽ വെച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, വൃത്തിയാക്കി എടുക്കുന്നത്. കാർട്ട് വാഷേഴ്സ് ഓപ്പറേറ്റ് സിമിലർലി ടു ഓട്ടോമാറ്റഡ് വാഷേഴ്സ്, ബട്ട് ദ സൈക്കിൾ ഡസ് നോട്ട് ഹാവ് ദ എൻസൈമാറ്റിക് വാഷ് ഓർ ദ ലൂബ്രിക്കേഷൻ സ്റ്റെപ്സ്. ഈ കാർട്ട് വാഷേഴ്സിൽ എന്ത് വരുന്നില്ല, നമുക്ക് എൻസൈമാറ്റിക് വാഷും അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ സ്റ്റെപ്പുകളും കാർട്ട് വാഷിങ്ങിൽ വരുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മാനുഫാക്ചറേഴ്സ് എഴുതിയിട്ടുള്ള രീതികളനുസരിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു കാർട്ട് വാഷേഴ്സൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ വീലുകളും നമ്മളിതുപോലെ തന്നെ കാർട്ട് വാഷേഴ്സിൻ്റെയൊക്കെ എല്ലാ വീലുകളും നമുക്ക് നോട്ട് ഓൾ വീൽസ് ആർ ഡിസൈൻഡ് ടു ബി ക്ലീൻഡ് ഇൻ എ കാർട്ട് വാഷർ. റെഫർ ടു മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ പ്രിയർ ടു വാഷിംഗ് വീൽഡ് കാർട്ട്സ് വെൻ യൂസിങ് ദിസ് മെത്തേഡ്. അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക് മെഷീനിൽ എഴുതിയിട്ടുണ്ടായിരിക്കും കാർട്ട് വാഷേഴ്സിൻ്റെ വീൽസ് പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട് ഇടുന്നതിന് വേണ്ടിയിട്ട്. ക്ലീൻ വെരിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നമ്മുടെ ക്ലീനിങ് പ്രോസസ്സിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് സാധനം ക്ലീൻ ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് വിഷ്വൽ ഇൻസ്പെക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ആ സാധനങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലീനിങ് പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്നത് നോക്കണം. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓൾ മെഡിക്കൽ ഡിവൈസസ് മസ്റ്റ് ബി ഇൻസ്പെക്റ്റഡ് ഡ്യൂറിങ് പാക്കേജിങ് പ്രിയർ ടു സ്റ്റെറിലൈസേഷൻ. അതായത് നമുക്കിതുപോലെ തന്നെ പാക്കേജിങ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ എഫിഷ്യൻസി ഓഫ് ദ ഓട്ടോമാറ്റഡ് വാഷർ ഡിസിൻഫെക്ഷൻ പ്രോസസ് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് എ കൊമേഴ്ഷ്യലി മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ് ദാറ്റ് മിമിക്സ് ഡ്രൈഡ് ബ്ലഡ്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഡിസിൻഫെക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി വെരിഫൈ ചെയ്തിരിക്കണം. നമുക്ക് ഒന്നും കൂടി നമ്മൾ നോക്കണം നമ്മുടെ സാധനങ്ങൾ ക്ലീൻ ആയിട്ടുണ്ടോ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വാഷ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അത് നമ്മൾക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്ന് അവർ നോക്കിക്കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് തരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ക്ലീനിങ് ആക്ഷനാണ്. ക്ലീനിങ് ആക്ഷൻ എന്ന് പറയുന്നത് all cleaning action requires a solvent and friction or rubbing to remove the dirt using a detergent to suspend the dirt and exposure time to the detergent. അതായത് എല്ലാ ക്ലീൻ ചെയ്യേണ്ട സാധനങ്ങളും സോൾവെൻറ്റ് ആൻഡ് ഫ്രിക്ഷൻ ഓർ റബ്ബിംഗ് ടു റിമൂവ് ദ ഡേർട്ട്. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മളതിനെ മുക്കി വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രിക്ഷൻ രീതിയിലോ അല്ലെങ്കിൽ റബ്ബ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഡേർട്ടായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. വാം വാട്ടർ ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് സം കെമിക്കൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽസിനൊക്കെ എത്രത്തോളം ടെമ്പറേച്ചർ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ദർ ഈസ് ഓൾവേസ് എ മിനിമൽ എക്സ്പോഷർ ടൈം required to obtain the maximum benefits from the detergent and the cleaning process as observed with the hand hygiene. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ബെനിഫിറ്റ്സ് ഫ്രം ദ ഡിറ്റർജൻസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ദ മാക്സിമം ബെനിഫിറ്റ്സ് ഫ്രം ദ ഡിറ്റർജൻസ് ആൻഡ് ദ ക്ലീനിങ് പ്രോസസ് ആസ് ഒബ്സർവ്ഡ് വിത്ത് ഹാൻഡ് ഹൈജീൻ. നമ്മൾ കറക്റ്റായിട്ട് ഹാൻഡ് ഹൈജീനും കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്ക് ഈ ഡിറ്റർജൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ക്ലീനിങ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഡിറ്റർജൻറ്റുകൾ കറക്റ്റായിട്ടുള്ള കോൺസെൻട്രേഷനിലാണോ, അതുപോലെ തന്നെ യൂസ് ചെയ്യേണ്ട ടെമ്പറേച്ചർ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ കീപ്പ് ഇൻസ്ട്രുമെൻറ്റ് മോയ്സ്റ്റ് ആൻഡ് ക്ലീൻ ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദ പ്രൊസീജിയർ. നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇതിനൊന്ന് സോക്ക് ചെയ്യാനൊക്കെ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഈർപ്പം തട്ടിയിട്ട് വേണം വെക്കാനായിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഡ്രൈ ആയിട്ടുള്ള കണ്ടാമിനേഷൻസ് ഒഴിവായി പോകുന്നതിന് വേണ്ടിയിട്ട്. ഡിസംബിൾഡ് ഇൻസ്ട്രുമെൻറ്റ് പ്രിയർ ടു ക്ലീനിങ്.
ഓപ്പൺ ഹിഞ്ച്ഡ് ജോയിൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ടു എൻഷുർ ആക്സസ് ടു ഓൾ സർഫസസ്. ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ഹിഞ്ച്ഡ് ഓർ ജോയിൻറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യണം, നമ്മൾ സർഫസുകളൊക്കെ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ എന്താണ്, യൂസ് അപ്രോപ്രിയേറ്റ് സൈസ്ഡ് ബ്രഷസ് ടു ക്ലീൻ സെറാറ്റേഷൻസ് ആൻഡ് ബോക്സ് ലോക്സ്. നമ്മളിതുപോലെ അപ്രോപ്രിയേറ്റ് സൈസ്ഡ് ബ്രഷസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ സെറാറ്റേഷൻസ് ആൻഡ് ബോക്സ് ലോക്സ്, നമുക്ക് കറക്റ്റായിട്ട് ബോക്സ് ലോക്സും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെന്താണ്, ഇൻസ്പെക്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആഫ്റ്റർ ക്ലീനിങ്. നമുക്ക് ഒന്നും കൂടി ക്ലീൻ ചെയ്ത സാധനങ്ങളെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒന്നും കൂടി നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലീൻ ഇൻസ്ട്രുമെൻറ്റ്സ് അണ്ടർ ദ സർഫസ് ഓഫ് വാട്ടർ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് എയറോസോൾ പ്രൊഡക്ഷൻ. ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിൽ ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ തന്നെ അതായത് നേരത്തെ പാരഗ്രാഫിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ലിഡ്സുകളൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുന്ന എന്താണ്, എയറോസോൾ പ്രൊഡക്ഷൻ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫോളോ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ ക്ലീനിങ് ഓഫ് ഓൾ മെഡിക്കൽ ഡിവൈസസ്. അതായത് ഓരോ സാധനങ്ങളും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ഡിറ്റർജൻറ്റുകളും കാര്യങ്ങളൊക്കെ ചേർക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ഡു നോട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ളത്. യൂസ് മെറ്റൽ ബ്രഷസ് ഓർ എനി അബ്രാസീവ് ഐറ്റം വെൻ ക്ലീനിങ് ഇൻസ്ട്രുമെൻറ്റ്. നെക്സ്റ്റ്, ക്ലീൻ ഇൻസ്ട്രുമെൻറ്റ് അണ്ടർ റണ്ണിങ് വാട്ടർ ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എയറോസോൾസ്. നമ്മളിതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമ്മൾ വെക്കണം. പിന്നെ ഓവർലോഡ് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ക്ലീൻ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളിതുപോലെ തന്നെ റണ്ണിങ് ടാപ്പ് വാട്ടറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എയറോസോൾ പ്രൊഡക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓവർലോഡ് ട്രേസ് ഇൻ എ വാഷർ ഓർ ഡിസിൻഫെക്റ്റർ. അതുപോലെ തന്നെ നമ്മൾ ഓവർലോഡ് ചെയ്യരുത്. ഏത് സാധനങ്ങളാണെങ്കിലും ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീനുകളൊക്കെ നാശമാവുന്നതിനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഒബ്സ്ട്രക്റ്റ് സ്പ്രേ ആംസിൻ്റെ വാഷർ ഡിസിൻഫെക്റ്റർ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്രേ ആംസിൻ്റെ വാഷർ ഓർ ഡിസിൻഫെക്റ്റർ. സബ്മർജ്ഡ് പവർ എക്യുപ്മെൻറ്റ് ഓർ ഇലക്ട്രിക്കൽ ഐറ്റംസും. ഇതുപോലെ തന്നെ നമുക്ക് മെർജ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും എക്യുപ്മെൻറ്റുകളൊക്കെ ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റി കറക്റ്റായിട്ട് കിട്ടാണ്ടാണോ നമ്മുടെ, അതായത് കറക്റ്റായിട്ട് നമ്മുടെ മെഷീനിലൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. യൂസ് എ ഡിറ്റർജൻറ്റ് ദാറ്റ് ഈസ് നോട്ട് ഇൻറ്റൻഡഡ് ഫോർ മെഡിക്കൽ ഡിവൈസസ്. നമുക്ക് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുമ്പോൾ തോന്നിയ ഡിറ്റർജൻ്റ് അല്ല, നമുക്ക് അവിടെ ആവശ്യമുള്ളത് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മളവിടെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് 1 പറയുന്ന കാര്യങ്ങൾ. ഇത്രത്തോടു കൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് 1 അവസാനിച്ചു. താങ്ക് യു.